എന്തുപറ്റി? അർച്ചനയ്ക്ക് ദേഹം തളരുന്നു. എങ്ങനെ തളരാതിരിക്കും? അതുപോലുള്ള ജോലി ചെയ്തിട്ടല്ലേ വന്നത്. വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സച്ചേട്ടാ, വാ. കണ്ടില്ല അച്ഛാ, ഞാൻ പറഞ്ഞതിന് എന്തേലും ഒരു മാറ്റം ഉണ്ടായോ? വയറ്റിലൊരു കുഞ്ഞ് വളരുന്ന കാര്യം പോലും മറന്ന മട്ട. അതുപോലും വകവയ്ക്കാതെ ആ മധുവിന്റെ പുറകെ പോയിരിക്കുന്നു. ഇരിക്ക്. സച്ചേട്ടാ, കുറച്ച് വെള്ളം തരുമോ? ദാ. അച്ഛാ, മോളെ, ഹോസ്പിറ്റലിൽ വല്ലതും പോണോ? വേണ്ട അച്ഛാ. അല്ല, എന്തായി? ആവണിമോളെ തിരിച്ചു കിട്ടിയോ? കിട്ടി. മോളെ ആരാ തട്ടിക്കൊണ്ടുപോയത്? ആ ചെങ്കൽ മധുവിന്റെ ആളുകൾ തന്നെ. ഒടുവില് അവര് തന്നെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു. വെറുതെ തിരിച്ചുകൊണ്ടെന്നതാണോ, അതോ നിങ്ങൾ പോയി അവന്റെ കാല് പിടിച്ചോ? കാല് പിടിച്ചിട്ടായാലും ആവണിമോളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. എങ്കിൽ പിന്നെ അനൂപിന്റെ കാര്യം കൂടി ആ ഗുണ്ടകളോട് പറയാറുന്നില്ലേ? ഒറ്റയടിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നില്ലേ? പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചല്ലേ പറ്റൂ. അതിന് അർച്ചന തന്നെ മുന്നിട്ടിറങ്ങി. ആ ചെങ്കൽ മധുവിനെ പോയി കണ്ട് സംസാരിച്ചു, കുട്ടിയെ വിടുകയും ചെയ്തു. അർച്ചന തിരിച്ചു വരുന്നതിന് മുമ്പേ ആവണിമോള് വീട്ടിലെത്തി. ഇപ്പോ ആവണിമോളെ തട്ടിക്കൊണ്ടുപോയി. ഇവള് കാരണം നാളെ ആ ഗുണ്ടകള് വീടിനകത്തേക്ക് കയറി വരില്ലെന്ന് എന്താ ഉറപ്പ്? എടുത്ത് പേടിക്കണ്ട. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരു പ്രശ്നവും വരില്ല. അഥവാ വന്നാ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. അതിന്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒരു കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരില്ല. എന്തായാലും മോളെ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഞാനാരെയും കുറ്റം പറഞ്ഞൊന്നുമല്ല. കുട്ടിയെ തിരിച്ചു കിട്ടിയതുകൊണ്ട് ചെങ്കൽ മധുവിന്റെ ഭീഷണി ഇല്ലാന്നൊന്നും ഇനി ആരും വിചാരിക്കാൻ വേണ്ട. അനൂപിനെ കിട്ടിയില്ലെങ്കിൽ ആ ഗുണ്ടകള് കുടുംബത്ത് കയറി നിരങ്ങും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാൻ നോക്ക്. അത് തീർക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയില ആവണിമോളുടെ പ്രശ്നം വന്നത്. പിന്നെ അതിന്റെ പിന്നാലെയായി. ആവണിമോക്കൊരാപത്ത് വന്നാ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും? ഇതെന്താ അവന്തികടുത്തിയുടെ മുഖത്തൊരു തടിച്ച എന്തൊരു ശക്തിയാ കൈക്ക്. കട്ടിൽ കിടന്നുകൊണ്ട് അവന്തികടുത്തിയുടെ കവളത്തടിക്കാൻ നന്ദേട്ടന് പറ്റുമോ? അതിന് നന്ദേട്ട എഴുന്നേറ്റ് വരണ്ടേ? ആ, അത് പിന്നെ
എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. പക്ഷെ കിട്ടിയതല്ല ഒന്നാം തരം അടിയായിപ്പോയി. ഏട്ടത്തിയെ നന്ദേട്ടൻ തന്നെ തല്ലിയതാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ അവന്തിക പറയുന്നത് സത്യമായിരിക്കും. മോളെ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ ഇതൊന്നും കാരണമാകരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ജഡ്ജിയുടെ വീട്ടുമുറ്റത്ത് അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് പണിയാവുന്ന അവർക്കറിയാം. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. സച്ചേട്ടാ, ധനുഷിനൊന്ന് വിളിക്ക്. വക്കീല് പറഞ്ഞ കാര്യങ്ങൾ ധനുഷു അറിഞ്ഞിരിക്കണമല്ലോ. ആരാ? സച്ചേട്ടനാ. ഹലോ സച്ചേട്ടാ. ആ ധനുഷേ, അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാർ വിളിച്ചിരുന്നു. നാളെ 11 മണിക്ക് അനൂപേട്ടനെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ആ, അതെല്ലാം ഓക്കെയാണ്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി സച്ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ.